അല്ല സഹോദരങ്ങൾ, എന്താണ് നിങ്ങള് പഠിക്കണ വിദ്യാർത്ഥിയാണോ? ദർസ് പഠിക്കണ കുട്ടിയാണോ? ഞാൻ അബ്ബാസ് മുസ്ലിയാർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ മോനാണ്. 30 വയസ്സ് എനിക്കുണ്ട്. ഞാൻ ശരിക്കും ദീൻ പഠിച്ച ആളാണ്. ഞാൻ ദർസ് പഠിച്ച ആളാണ്. ഏ എല്ലാ മഹാന്മാരായിട്ടും തങ്ങന്മാരായിട്ടും എനിക്ക് ബന്ധമുള്ള ആളാണ്. കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കുക, മനസ്സിലായി? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഏറെ സ്നേഹവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളായ സഹോദരി സഹോദരങ്ങളെ, ഞാൻ അബ്ദുറഹ്മാൻ വളാഞ്ചേരി. ഞാൻ ഇന്നലെ ഒരു മക്ബറയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതിനെ തുടർന്ന് ആ വീഡിയോയുടെ കമന്റ് ബോക്സിലും എന്റെ വാട്സപ്പ് നമ്പറിലും ഒരുപാട് ചീത്തവിളികളും വിമർശനങ്ങളും കേൾക്കേണ്ടി വന്നു. ഞാൻ അതിൽ പറഞ്ഞ കാര്യം മറ്റൊന്നുമല്ല, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ദീൻ നമുക്ക് പഠിപ്പിച്ചു തരുവാനും നമുക്ക് മാതൃകയാകാനും നിയോഗിക്കപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവാചകനിൽ ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട്. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, അതെ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയും വദക്കറല്ലാഹ കസീറ, ധാരാളമായി അള്ളാഹു സുബ്ഹാനഹു തആലയെ ഓർക്കുന്ന ആളുകൾക്ക്. സ്വർഗത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്നും നമ്മെ തടുക്കുന്നതുമായ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രവാചകനെ കുറിച്ചാണ് ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവാചകനിൽ ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട് എന്നുള്ളത്. ഇസ്ലാമിൽ ഖബർ സിയാറത്ത് നമുക്ക് അനുവദിച്ച് നൽകിയിട്ടുള്ളത് നമ്മുടെ ഖബർ ജീവിതത്തെ കുറിച്ച് ഓർക്കുവാനും അതോടൊപ്പം തന്നെ മരിച്ചു മൺമറഞ്ഞുപോയ ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമാണ്. എന്നാൽ ഇന്ന് വലിയൊരു വിഭാഗം ആളുകൾ ഇത്തരം മനുഷ്യരുടെ മക്ബറകൾ കെട്ടിപ്പൊക്കുകയും മരിച്ചു മൺമറഞ്ഞുപോയ ആളുകളെ വിളിച്ച് സഹായം തേടുകയും വർഷാവർഷം ആണ്ടും പൂരവും നേർച്ചയും നടത്തുമ്പോൾ അള്ളാഹുവിന്റെ ദീൻ നമുക്ക് പഠിപ്പിച്ചു തരുവാൻ വേണ്ടി, അതിന് മാതൃകയാകാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിൽ ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ടെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഇത്തരം വിശ്വാസങ്ങളോ ഇത്തരം ആഘോഷങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് ഇവർ എന്നെ കേട്ടാലറയ്ക്കുന്ന ചീത്ത വിളിക്കുന്നത്. ഏതൊരു മുസ്ലിയാരുടെ മകൻ, ദർസ് പഠിച്ച ഒരു വിദ്യാർത്ഥി, അദ്ദേഹത്തിന്റെ ഈ വിഷയത്തിലുള്ള പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. അള്ളാഹുടെ അമ്പിയാക്കളെ ഔലിയാക്കളെ വിശ്വസിക്കണമെന്ന് പറഞ്ഞു തന്നിട്ടില്ലേ? ഒന്ന് അള്ളാഹുവിനെ വിശ്വസിക്കുക, രണ്ട് അള്ളാഹുടെ കിതാബിൽ, മൂന്ന് അള്ളാഹുടെ അമ്പിയാക്കളെ ഔലിയാക്കളെ വിശ്വസിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? ഇതിൽ പറഞ്ഞു തന്നിട്ടില്ലേ? നിങ്ങൾ ആവശ്യമില്ലാത്ത മഹാന്മാരെ പറ്റിയിട്ട് ആവശ്യമില്ലാത്ത വീഡിയോ ഇറക്കി കഴിഞ്ഞാൽ ഇപ്പം ഇവരെ ശരിക്കും അറിയും കേട്ടാ. ഇയാൾ ചെന്ന ജാറം എന്താണെന്ന് ഇയാൾ ശരിക്കും അറിയി, ആരാണെന്ന് വെച്ചാൽ എന്താണെന്നൊക്കെ ഒന്ന് ആ ജാറത്തെ പറ്റി ഒന്ന് അറിയി, എന്നിട്ട് കളിക്കാൻ നോക്ക്. വെറുതെ ആവശ്യമില്ലാതെ ഇനി മഹാന്മാരെ പറ്റി ആവശ്യമില്ലാതെ പറഞ്ഞ് വീഡിയോ ഇറക്കി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഇറക്കും, അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് അയ്യോ വിളിക്ക്. കാരണം ഇത്തരം ജാറ കേന്ദ്രങ്ങളിൽ നടക്കുന്ന ശിർക്ക് എന്താന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കണത്. മനസ്സിലായില്ലേ? മനുഷ്യരെ തൗഹീദിലേക്ക് ക്ഷണിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിനെയല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്? അള്ളാഹുവിന്റെ റസൂൽ എന്തിനാ അവിടെ നിയോഗിക്കപ്പെട്ടത്? ജനങ്ങളെ ശിർക്കിലേക്ക് നയിക്കാനാണോ തൗഹീദിലേക്ക് നയിക്കാനാണോ? വെറുതെ ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ പറയാൻ നിൽക്കരുത് കേട്ടോ. വെറുതെ പണി കിട്ടി ആകാശം നോക്കി കിടക്കേണ്ടി വരും. വെറുതെ ഇനി ആവശ്യമില്ലാതെ മഹാമാരി പറഞ്ഞൊരു വീഡിയോ ഇറക്കി കിട്ടുന്നത് വാങ്ങിച്ച് മൂളിക്കിരിക്കുന്നു. ഞാൻ പറഞ്ഞത്, ഇവിടെ മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ, വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യരെ മുഴുവൻ പഠിപ്പിക്കുന്നത് റബ്ബിനെ മാത്രം വഴിപ്പെട്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ജീവിതത്തിൽ നൂഹ് അലൈഹിസ്സലാമിന്റെ സമൂഹം പിഴച്ചുപോയതുപോലെ തന്നെ ഖബറുകൾ കെട്ടിപ്പൊക്കി ഇസ്ലാമിന്റെ സത്യസന്ദേശം അറിയാത്ത ജനങ്ങൾ അവിടെ വന്ന് സഹായം തേടുമ്പോൾ, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ശിർക്കാണ്. ആ ശിർക്കിൽ നിന്നും തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കേണ്ട ആളുകളാണ് മുസ്ലിമീങ്ങൾ. എന്നാൽ അവരിന്ന് ഖബറുകൾ കെട്ടിപ്പൊക്കി ഈ പാവപ്പെട്ട മനുഷ്യരെ വഴി തെറ്റിക്കണു. അതിനെ കുറിച്ചിട്ട് എനിക്ക് എന്താ പറയാനുള്ളത്? ഏത് കിതാബിലെ പറഞ്ഞേക്കണേ അള്ളാഹുവിനെ തന്നെ ഇതാക്കണമെന്ന്? അള്ളാഹുവിന് വഴിപ്പെട്ട മഹാന്മാര് ഒരുപാട് പേരുണ്ട്. മുഹദി ശൈതങ്ങൾ പാപ്പായൊക്കെ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിച്ച് ഈ ലോകത്ത് നിന്ന് മമ്മറിഞ്ഞു പോയ മഹാനാണ്. ആ മഹാനെ നിങ്ങൾ പറയൂ, ആ മഹാൻ വെറുതെയാണ്, ആ മഹാൻ ഒന്നുമില്ല, കഴിവൊന്നുമില്ല എന്ന്? അങ്ങനെ ഈ ഇവിടെ മമ്മറിഞ്ഞ മഹാന്മാരൊക്കെ അങ്ങനെ ഇതായേക്കെന്താണ്? നിങ്ങൾ പോയ കാരണം എന്താണെന്ന് നിങ്ങൾ ശരിക്കും അറിഞ്ഞിട്ട് കളിക്കി.
അല്ലെങ്കിൽ പണി പഠിച്ചോണ്ട് വേറെ രൂപത്തിൽ കൂടെ തരും. നോക്കി കണ്ടൊക്കെ കളിച്ചോട്ടാ. ഒരാളെയും വഴി തെറ്റിക്കള്ള. അവിടെ പോയി ഈ വേണ്ട ഇക്ക ചോദിച്ചു നോക്ക്. അവിടെ പോയിട്ട് അവർക്ക് അവരുടെ സങ്കടങ്ങൾ പറഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ നടക്കണ്ടെന്ന് ചോദിച്ചു നോക്ക്. നടക്കല്ലെന്നൊരു കുട്ടി പറയുകയാണെങ്കിൽ ഇക്ക വാ. നടക്കല്ലെന്നൊരു കുട്ടി പറയുകയാണെങ്കിൽ ഇക്ക വാ. എന്നിട്ട് ഇക്ക AP സാറിൻ്റെ അടുത്ത് ഒന്ന് മുട്ടാൻ പാ. എന്നിട്ട് നമുക്ക് നോക്കാം. ഞാൻ ഇക്കാനെ മുഖാം പരിപാടിക്ക് ഇരുത്താം. എന്നിട്ട് വാ നമുക്കൊന്ന് മുട്ടി നോക്കാം. ആണുങ്ങളെടുത്ത് നമുക്കൊന്ന് മുട്ടി നോക്കാം. വാ, നല്ല അടിപൊളി ഉസ്താദ് AP ഉസ്താദ് ഉണ്ട് ഇവിടെ. വാ നമുക്കൊന്ന് മുട്ടി നോക്കാം. ഇക്ക പറയുന്നിടത്തേക്ക് ഞാൻ വിളിക്കാം. ഇക്ക ഞാൻ പറയുന്നിടത്തേക്ക് വാ. എന്നിട്ട് നമുക്ക് മുട്ടി നോക്കാം. എന്നിട്ട് മുട്ടിയിട്ട് ഇക്ക നാറി പോകുകയാണെങ്കിൽ ഇക്ക പിന്നെ വീഡിയോ ഇറക്കിക്കാനാ ഇക്ക വിവരം. ഇക്ക പറയേണ്ടല്ലോ ഷിർക്കാന്ന്. നിങ്ങൾ ചെയ്യുന്നതാണ് ഷിർക്ക്, മനസ്സിലായ? മഹാമാർക്ക് ഒരു കഴിവൂല, മഹാമാർ ആരുമല്ല, അവരടുത്തേക്ക് എന്തിനാ പോണേ അത് പറയുന്ന ഷിർക്ക്. ഇക്ക ജനിച്ചത് ഇപ്പൊ തന്നെ ഇക്ക ജമാഅത്തായിട്ട് മുജാഹിദായിട്ടാണ് ജനിച്ചേ. ഇക്ക സുന്നിയായിട്ട് ജനിച്ച് ഇക്ക അവരിലേക്ക് വേറെ ഇതിലേക്ക് പോയതാണ്. മറുകണ്ഠം ചാടിയതാണ്, മനസ്സിലായ? സുന്നിയായിട്ട് ജനിച്ചിട്ട് ഇക്ക മറുകണ്ഠം ചാടിയതാണ്. കാരണം മോത്തെ എഴുതി വെച്ചിട്ടുണ്ടത്, മനസ്സിലായ? ഞാൻ നല്ലൊരു മുസ്ലിയാരുടെ മോനാണ്. ഇന്ന് എൻ്റെ വാപ്പച്ചി ജീവിച്ചിരിക്കുന്നില്ല. അല്ലെങ്കിൽ വാപ്പച്ചിനെ കൊണ്ട് തന്നെ ഞാൻ ഇപ്പം മറുപടി നമുക്ക് ധരിപ്പിച്ചാണ്. ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളുടെ നിങ്ങളുടെ വാപ്പ മരിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ ഉമ്മ മരിച്ചിട്ടുണ്ടോ എനിക്കറിയാൻ പാടില്ല. നിങ്ങളെന്താ അവരുടെ അടുത്ത് പോകാറില്ല? അവർക്ക് വേണ്ടി ഒന്നും ജനിപ്പിച്ച വാപ്പാക്കും ഉമ്മാക്കും വേണ്ടിയിട്ട് നിങ്ങൾ കബർമ പൂട്ടി യാസീനോദെ പിടിക്കൊന്നും ചെയ്യൂലേ? പിന്നെ എന്തിനാ നിങ്ങൾക്ക് ആ ഒരു ജന്മം തന്നെ? സഹോദരൻ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഖുർആനും സുന്നത്തും പഠിച്ച് മനസ്സിലാക്കുക. എൻ്റെ അച്ഛനും അമ്മയും അമ്മ ജീവിച്ചിരിപ്പുണ്ട്, അച്ഛൻ മരിച്ചുപോയി. എൻ്റെ അച്ഛൻ മുസ്ലിം ആയിക്കൊണ്ടാണ് മരണപ്പെട്ടത്, കാഫിറായിക്കൊണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഫാത്തിഹ ഓതാൻ എനിക്ക് പാടില്ല. മാത്രമല്ല, മരിച്ചവരുടെ ഖബറിൽ ചെന്ന് ഫാത്തിഹ ഓതുന്ന ഒരു സമ്പ്രദായം അല്ലെങ്കിൽ ഒരു യാസീൻ ഓതുന്ന സമ്പ്രദായം ദീന നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി വന്ന പ്രവാചകൻ നിർവഹിച്ചിട്ടുമില്ല. അല്ല സഹോദര, എന്താണ്, നിങ്ങൾ പഠിക്കണ വിദ്യാർത്ഥിയാണോ? ദർസ് പഠിക്കണ കുട്ടിയാണോ? ഞാൻ അബ്ബാസ് മുസ്ലിയാരെന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ മോനാണ്. 30 വയസ്സ് എനിക്കുണ്ട്. ഞാൻ ശരിക്കും ദീൻ പഠിച്ച ആളാണ്. ഞാൻ ദർസ് പഠിച്ച ആളാണ്. എല്ലാ മഹാന്മാരായിട്ടും തങ്ങന്മാരായിട്ടും എനിക്ക് ബന്ധമുള്ള ആളാണ്. കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കുക, മനസ്സിലായ? എൻ്റെ മഹാന്മാരെ പറ്റി ആവശ്യമില്ലാത്ത വർത്താനം നീ പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോണ വഴിക്കന്നെ ഏത് രൂപത്തിൽ നിങ്ങൾ കുടുംബത്തിലേക്ക് തന്നെ പണി വരും. വേറെ എന്തിനാ പണി വാങ്ങിച്ചേട്ടേ? നിങ്ങൾ ഹിന്ദുവാണോ? നിങ്ങൾ എന്നിട്ടാണ് നിങ്ങൾ ഇത്ര നേരം ഹബീബ തങ്ങളെയും കുറിച്ചൊക്കെ പറഞ്ഞത്. ഞാൻ ബാത്റൂമിൻ്റെ അടുത്തേക്ക് കൈമാ എനിക്ക് തരാൻ വേണ്ടിയിട്ട്. എടാ ചെങ്ങായി, സ്വഹാബാക്കളൊക്കെ അവരുടെ ജാഹിലിയ കാലഘട്ടത്തിൽ മുശ്രിക്കുകളും അതുപോലെ കാഫിറുകളായിരുന്നു. പ്രവാചകൻ വന്ന് ദീന് പഠിപ്പിച്ചു കൊടുത്തപ്പോഴല്ലേ അവർ ദീനിലേക്ക് കടന്നു വന്നത്. ഞാൻ ഹിന്ദു ആയിരുന്നു, ഇപ്പോൾ മുസ്ലിമാണ്. എൻ്റെ അച്ഛൻ മുസ്ലിമായിട്ടാണ് മരണപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ അവരുടെ ഖബറിൽ പോയിട്ട് ദുആ ചെയ്യാറില്ല എന്നാണ് പറയണത്. അള്ളാഹുവിനെ അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ മുസ്ലിമായി കണക്കാക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മുസ്ലിം അല്ല, നിങ്ങൾ മുശ്രിക്കാണ്. നിങ്ങൾ ദീനിലേക്ക് പുതിയതായിട്ട് വന്ന് ചേക്കേറിയ ആളല്ലേ? അപ്പം നിങ്ങളുടെ എനിക്കൊന്നും പറയാനില്ല. ശരിയാണ്, ഓക്കെ. നിങ്ങൾ അങ്ങനെ പറയരുത്. എൻ്റെ സംശയങ്ങളൊക്കെ ഒന്ന് തീർത്തേരി. ഞാൻ ഈ മരിച്ചവരോട് സഹായം തേടുന്ന വിഷയത്തിൽ അത് ശിർക്കാണെന്ന് പറയുമ്പോൾ അത് ശരിയല്ലേ? കാരണം ഞങ്ങൾ മരിച്ചവരോട് സഹായം തേടിയിരുന്ന ആൾക്കാരല്ലേ. മുസ്ലിമായിട്ട് ജനിച്ച ആളല്ലല്ല. നിങ്ങൾ കാഫിറായിട്ട് ജനിച്ചിട്ട് മുസ്ലിമിലേക്ക് വന്ന ആളല്ലേ? അപ്പം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ മുസ്ലിമായിട്ട് ജനിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഒരർത്ഥമുണ്ട്. ഇത് നിങ്ങൾ ഹിന്ദുവായിട്ട് ജനിച്ച് മുസ്ലിമിലേക്ക് വന്ന ആളാണ്. ദീൻ എന്താണെന്നും ഹബീബായ തങ്ങൾ എന്താണെന്നും മഹാന്മാരെന്താണെന്നും ആദ്യം പോയി പഠിച്ചിട്ട്, അല്ലാതെ കണ്ട ജമാഅത്തിലേക്കും മുജാഹിദിലേക്കും പോയി അവരെ ക്ലാസ്സും കേട്ട് അവരുടെ ആശയത്തോടു കൂടി നടന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്നാറ് ചെങ്ങാതി തകർന്ന് തരിപ്പടായി പോകുള്ളൂ. സഹോദരങ്ങളെ, നിങ്ങൾ ഖുർആനും സുന്നത്തും പഠിച്ചു മനസ്സിലാക്കി യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിൽ വസിയത്ത് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.